നമസ്കാരം. JD ജംഗ്ഷന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ എത്തുന്ന അതിഥി വളരെ വ്യത്യസ്തനായ അതിഥിയാണ്. ഈ കാണുന്നത് ചൈനയുടെ വൻമതിൽ. ഇത് പണിതത് BC 221 നൂറ്റാണ്ടിലാണ്. 15 വർഷം കൊണ്ട് അവിടുത്തെ രാജാവായ ചിങ് ഹുവാങ് ഏകദേശം 2694.4 കിലോമീറ്റർ നീളത്തിലാണ് ഈ മതിൽ പണിതത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂശിയിട്ടില്ല, അഥവാ തേച്ചിട്ടില്ല. അത് തേക്കാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ മണിയൻ എന്ന മേശിരിക്കാണ്. സ്വാഗതം ചെയ്യാം മണിയൻ മേശിരിയെ. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം മണിയൻ മേസ്തിരിയെ. അയൽക്കൂട്ടത്തിൽ കിടന്ന് അലയ്ക്കും പോലെ ഇവിടെ കിടന്ന് സംസാരിക്കുകയും ചെയ്യല്ലോ. സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്നേ, എന്നെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ഞാൻ. നിങ്ങൾ എന്നെ പറഞ്ഞ ഇവിടെ പൊട്ടാസിന്റെ പരിപാടി അടിപൊളി പരിപാടിയാണ്, നിങ്ങൾ എന്നെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തോ സംസാരിക്കുന്നത്? ഇതാണ് നിന്റെ കുഴപ്പം. എന്തോന്ന്? നാലാളെ കാണുമ്പോൾ കൂതറ സംസാരം കൊണ്ടിഞ്ഞ് വരും. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം. ഇരിക്കൂ മണിയൻ. നമ്മളെ വീട്ടിൽ കിടക്കുന്ന അത്ര പോരാ അല്ലേ? അവിടെ നല്ല കുതിപ്പാണ് ഇങ്ങനെ. നമ്മളവിടെ കിടക്കുന്ന മറ്റല്ല, ഇൻസ്റ്റാൾമെന്റിന്റെ പ്ലാസ്റ്റിക്കിന്റെ. എന്താണ് എന്താ എടോ, എന്താന്ന് ഷൂട്ട് നടന്നോണ്ടിരിക്കുക? ഇയാള് പോയേ. സാർ ഒരു മിനിറ്റ് തൂക്കട്ടെ. എഴുന്നേറ്റ്. ഹലോ, എടാ ഇയാൾക്ക് എന്താണ് വേണ്ടത്? ഷൂട്ട് നടന്നോണ്ടിരിക്കണം. സാർ ഒരു മിനിറ്റ്. വാർത്ത വായിക്കുന്ന ആള് അവിടെ കോട്ടില്ല നിൽക്കുകയാണ്. പുള്ളി മൂത്രം ഒഴിക്കാൻ കയറിയ സമയമാണ് ഈ പുള്ളി കോട്ട് എടുത്തോണ്ട് ഇങ്ങോട്ട് അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്ത കുത്തിക്കറ്റി ഇടാൻ പറഞ്ഞിട്ട് ഉള്ള ഡ്രസ് മതി. ഞാൻ ഒരു ഗുമ്മിന് വേണ്ടി എടുത്തിട്ടോണ്ട് വന്നേ. ഗുമ്മിന് വേണ്ടി നാണം കിടത്താനായിട്ട്. മണിയാ, എന്താണ് മണിയാ? ഇപ്പോഴാ മണിയൻ ശരിക്കും മണിയനായത്. അതെ, മണിയോട് എനിക്കൊരു കാര്യം ചോദിക്കാൻ പറ്റും. അതിപ്പോ പറ്റില്ല, പിന്നെ ഒരു അവസരം തരാം. താൻ പോയെ, ഷൂട്ട് നടന്നോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ടേക്ക് പോവാ. എവിടെ പോന്ന്? അല്ല, എന്തോ കേക്കോ എന്തോ. കേക്കല്ല, ടേക്ക്. നമുക്ക് ഷൂട്ട് തുടങ്ങാന്ന്. ഇരിക്കൂ. കേക്ക് പിന്നെ. മണിയൻ ചൈനയിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറി. എന്താ മീശയൊക്കെ വളർത്തി. ഇതെന്താ, ഉറിയോ? ഇത് ഉറിയൊന്നുമല്ല സാറേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചൈനയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ്. ചൈനയിൽ പോയതിനു ശേഷം പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കോലം മാറണമല്ലോ. എങ്ങനെ ഉണ്ട് ചൈനയിലെ പണിയൊക്കെ? ചൈനയിലെ പണിയൊക്കെ കുഴപ്പമില്ല സാറേ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പണി ചെയ്തിരിക്കുന്ന മഹാ തോൽവിയാണ് ആത്മഹത്യിക്കുന്നത്. ഒട്ടും ശരിയായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അവര് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള അതിന്റെ യക്ഷയൊന്നും അടച്ചിട്ടില്ല. അല്ലടി എല്ലടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനിവിടെ മക്കിയാടായിട്ട് നിൽക്കില്ലായിരുന്നു. നിങ്ങൾ കൊണ്ടുപോയില്ലല്ലോ. നല്ലൊരു സഹധർമ്മിണിയാണ്. പിന്നെ മണിയന് പറ്റിയ ഭാര്യയാണ്. മണിയന്റെ ജീവിതത്തിലേക്ക് ശാന്ത എങ്ങനെയാണ് കടന്നു വന്നത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ 1900 അല്ല, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഇയാളുടെ കുറച്ചാൾ പണിക്ക് പോയി. വിവാഹത്തിന് മുമ്പ് ഇയാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണ് ചോദിക്കായിരുന്നു, എനിക്ക് ശാന്ത വേണം. സത്യം പറഞ്ഞ് ഞാനങ്ങ് എന്തുപോലെ ആയിപ്പോയി. അങ്ങനെയാ സംഭവം. അങ്ങനെയൊന്നുമല്ല, മണിയന്റെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം അങ്ങനെ അല്ലെന്ന്. എന്തോ ശാന്തയോട് അത്രയ്ക്ക് ഇഷ്ടമാണോ മണിയൻ? ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പിന്നെ ഞാൻ ഇവളെ സ്ഥിരമായിട്ട് എന്റെ കൂടെ പണിക്ക് കൊണ്ട് പോകാറുണ്ട്. മിക്കുള്ള ദിവസങ്ങൾ ഇവളെ കണ്ടിട്ടാണ് ഞാൻ പണി പിടിക്കുന്നത്. പക്ഷെ ഇവളെ എന്നെ തേച്ചിട്ട് പോകും. അങ്ങനെ തേച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തേച്ചിട്ട് പോവില്ലല്ലോ എന്നാണ് എന്റെ വിശ്വാസം. എവിടെ പറയുന്നത്? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇത്രയും കാലത്തെ മേസ്തിരി പണിക്ക്. പിന്നെ ഇല്ലേ, അതിൽ മറക്കാനാവാത്ത ഒരു അനുഭവം JD ജംഗ്ഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? മറക്കാനാവാത്ത പണിയെന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു. കൊട്ടാരക്കരയല്ല, പിന്നെ നമ്മളെ വാളകത്തിന് തൊട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ. എന്തെന്ന്? വാളകത്തല്ലടി. തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടോടല്ലേ പോയത്. അഞ്ചലല്ല, മറ്റേ ഒരു പാറയെ കൊണ്ടല്ലോ. ജടായി പാറ, അതിന്റെ താഴെ ചടയമംഗലം ഭാഗത്ത് അച്ചായന്റെ വീട്ടിലെ പണിയായിരുന്നു. പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ഇഷ്ടമാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, മണിയൻ നമുക്കൊരു കക്കൂസ് പണിയണം, അത് മണിയന്റെ രീതിയിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അന്ന് ക്ലോസറ്റ് വെക്കായിരുന്നു. ഞാൻ സാധാരണ നമ്മൾ ഈ ക്ലോസറ്റിന്റെ ഇരിപ്പിടം ഉണ്ടല്ലോ, ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, ചവിട്ടി ഇങ്ങനെയാണല്ലോ വെക്കാറുള്ളത്. ഞാനൊരു ചേഞ്ച് അയച്ചു വിട്ടുന്ന ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. പുള്ളിക്കാരൊക്കെ മറ്റേ ഒളിമ്പിക്സിൽ പോകാൻ പോലെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഭയങ്കര അഭിപ്രായമായിരുന്നു. പിന്നെ മുതലാളി വന്നിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞു,
യു ബ്ലഡി ഫുൾ. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോഴത്തേക്ക് അങ്ങ് രോമാഞ്ചമായിരുന്നു അല്ലേ? അവിടെ അത്ര പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒരു കിട്ടാത്തൊരു ബഹുമാനമാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഓട്ടം ഓടി നമുക്ക് ഒരു അഹങ്കാരം. വയല് വരെ അല്ലേ ഏട്ടാ? പിന്നെ വയൽ വരെ ഓടി ഓടി നിങ്ങൾ അപ്പുറം ഞാൻ ഇപ്പുറം കൂടെ അല്ലേ? നമ്മളെ റബ്ബർ കട്ടി വെച്ചാണ് പിന്നെ കണ്ടു. മണിയാ, ഓ മണിയന്റെ മുഖത്തിനുള്ളതിനെക്കാട്ടിൽ പ്രസന്നത മണിയന്റെ ഭാര്യയ്ക്കുണ്ട്. പോ സാറേ. മണിയന്റെ ഭാര്യയ്ക്ക് ഇവിടെ എന്തൊക്കെയോ പറയണമെന്നുണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകളായിട്ട് ഇയാൾ എനിക്ക് 5 പൈസ തരുന്നില്ല. ഈ ചൈന ഈ കിടക്കുന്നതൊക്കെ മുക്കുവട്ടമാണ്. നിങ്ങൾ ഒരിക്കലും സ്വർണ്ണമാണ് മുക്കുവണ്ടമാണ്. സത്യമായിട്ട് സാറേ ഇങ്ങനെ 5 പൈസ തരുന്നില്ല. എൻ്റെ കൊച്ചെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നു. സാർ ഇത് മേടിക്കണം. മിക്കവാറും ഇത് ഡൈവേഴ്സിലേ പോകും. സാർ നിന്ന് ഇത് ഡൈവേഴ്സ് ചെയ്ത് തരണം എനിക്ക്. എന്റെ പൊന്നു പെങ്കൊച്ച, ഇത് കഥയിലെ ജീവിതമല്ല, ഇത് JD ജംഗ്ഷനാ. നിന്റെ പ്രശ്നം പരിഹരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല എന്നാലും എൻ്റെ വിഷമം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മണിയൻ ഒരു കല്യാണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, അതും ചൈനയിൽ ചെന്ന്. ചൈനയിൽ ഒരെണ്ണം കഴിച്ചു. അതൊരു 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം ഉള്ള ദാമ്പത്യ ജീവിതം അതെന്തേ പൊലിഞ്ഞു പോയി? ചൈനയല്ലേ 6 മാസം ഗ്യാരണ്ടി ഉള്ളൂ. ഇതാണ് സാറേ ഞാൻ പറഞ്ഞത്. ഇയാൾ എവിടെ ജോലിക്ക് പോയാലും അവിടെ ഒരേ പെണ്ണ് കാണും. ഇങ്ങനെയാണെങ്കിൽ ശരിയാവത്തില്ല. ഇത് ശരിയാവത്തില്ല. ആ മണിയന് ഭാര്യയെ സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട് സാറേ. എന്തിനാണ്? ഇവിടെ ഉള്ള സമയത്ത് എനിക്കുള്ള സംശയമുണ്ട്. ഇന്നലെ കറണ്ട് പോയ സമയത്ത് ഇവള് എവിടെ പോയെന്ന് ഒന്ന് ചോദിക്കാമോ? എവിടെ പോയെന്ന്? അത് വേറെ ഒന്നുമല്ല സാറേ. സാറ് കേൾക്കണം സത്യം. ഇതാണ് ഇങ്ങനെ കുഴപ്പം. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയ വെളിയിലാ കോഴി കൂട് കേട്ടോ. ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാ. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയാ നല്ല കാര്യം തന്നെയാണ് സാറേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ കോഴിയുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളെ വീട്ടിലെ കോഴിക്ക് നിങ്ങൾ എന്ത് തീറ്റയാണ് കൊടുക്കാറുള്ളത്? ഗോതമ്പ്, അരി, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കും. ആണല്ലോ. എന്റെ വീട്ടിലെ കോഴിക്കൂടിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? പാൻപരാക്കിന്റെ കവറ്, ശംഭുവിന്റെ കവറ്, ബീഡി കുത്തി, അതും പോട്ട്. ഈ ടോർച്ചിന്റെ വെട്ടവടി കാണുമ്പോൾ പാളക്കര നിക്കറോട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ. അത് ഏത് കോഴിയത് എനിക്കറിയാൻ വയ്യാത്ത. നിങ്ങളിത് എന്തോന്ന് പറയുന്ന സാറേ? അതൊന്നുമല്ല. ഇത് വാഴ കിടന്നിങ്ങനെ ഈ ഇല കിടന്ന് അനങ്ങിട്ട് ഇത് കണ്ടിട്ടാ പറയുന്നത്. മണിയൻ അതൊരു വാഴയാണ് മണിയൻ. ഓ എന്റെ ഭാര്യനെ ഞാൻ സംശയിച്ചു സാറേ. തെറ്റ് എന്റെ ഭാഗത്താണ്. എടി ഇനിയെങ്കിലും ആ വാഴയുടെ അടുത്ത് നീ പറയണം ഓടുമ്പോ എന്റെ നെഞ്ചത്തെ ചവിട്ടിയിട്ട് പോകാൻ. കഥകളെന്ന് പറയാം, ആവശ്യമില്ലാത്ത കഥകള്. മണിയൻ അത് കളയും. മണിയൻ അത് കളയൂ. സാർ പറയൂ, സാർ പറയൂ. കളഞ്ഞാണ് സാറേ. പിന്നെ കയറി പറഞ്ഞ ഞാൻ ചെയ്യാനാണ്. എന്തൊരു സ്വഭാവം ഇത്. അങ്ങനെ ഞാനങ്ങ് പോവാം. തീർന്നത് കാര്യം. ഞാൻ അപ്പഴേ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. നിങ്ങളൊരു തർക്കത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടി നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് ഞാൻ വിളിച്ചത്. അതെ. മണിയൻ പ്രശസ്തനാവാൻ പോവുകയാണ്. ഭാര്യയ്ക്ക് അതിൽ അഭിമാനിക്കാവുന്ന വിഷയമാണ്. വരട്ടെ. ഇങ്ങോട്ട് വരാനാണോ? അതല്ല, മണിയൻ ചൈനയിൽ പണി ചെയ്തപ്പോൾ അവിടെയുള്ള മണിയന്റെ ഒരു ശിഷ്യൻ മണിയനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മണിയമ്മേശ്വരിയെ കുറിച്ച് പറയുമ്പോൾ ശേഷം എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾ. ശേഷം മണിയമ്മേശ്വരി വളരെ ഗ്രേറ്റ് മേശ്വരിയാണ്. ദിസ് മേശ്വരി മാഷാ ചൈനയുടെ വൻമതിൽ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ടാണ് തീർത്തത്. എനിക്ക് തേക്കാൻ വേണ്ടി പല സംഭവങ്ങളും അദ്ദേഹം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. 5 മക്കാടും 4 കയ്യാളും ഉണ്ടെങ്കിൽ അയാൾ അദ്ദേഹം നിന്നിട്ടുണ്ട്. ശേഷം ഞാൻ മണിയമ്മേശ്വരി ഈസ് വെരി വെരി ഗ്രേറ്റ്. മണിയമ്മേശ്വരിയെ കൂടെ ഒരുപാട് മക്കാളുണ്ടെങ്കിലും ഒറ്റ എൻ്റെ കൂടെ മണിയമ്മേശ്വരി വല്ലാത്തൊരു ശൗര്യത്വമായി മണിയായിരുന്നു. എനിക്ക് ചിരി വരുന്നത് ചിരി ഒരുപാട് മണിയമ്മേശ്വരി ചാരത്തിൻ്റെ മുകളിൽ നിന്ന് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ താഴ്ന്ന് ചാന്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ മണിയമ്മേശ്വരി അടുത്ത് പറഞ്ഞു 2 പാളക്കര അണ്ടർ മേടിച്ച് ഇടാൻ പറഞ്ഞു. തറയിൽ നിന്ന് കാണുന്നതിന് ഒരു പരിധിയില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാനായിട്ട് പറഞ്ഞു തരണോ അതോ മണിയൻ മേശ്വരി തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കാമോ? ചുങ്ചാങ് ചൗന്ന് പറയുന്നവനാ. ചൈന ഞാൻ പണിക്ക് പോയപ്പോൾ പാപം ദരിദ്രതയ്ക്ക് താഴെ നിൽക്കുകയായിരുന്നു അവൻ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ പണിക്ക് വരട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാടാ പയ്യ നിനക്ക് പണിയൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അത്യാവശ്യം പണിയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് അവൻ. കൊട്ടേഷനൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. ഈ പേരല്ലേ വീട്ടിൽ കൊണ്ടുവന്ന? പിന്നെ ഭയങ്കര രസമാണ്. എന്തോ സംസാരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്ത് രസമാണെന്നറിയാമോ? എന്താ പേര് പറഞ്ഞാൽ എന്താ? ഒരുപാട് അങ്ങ് സംസാരിക്കണ്ട കേട്ടാ. ഞാൻ കാര്യം പറഞ്ഞു. നമ്മൾ ഇന്റർവ്യൂ ആകുമ്പോ കാര്യം പറയണ്ടേ? നീ കുറെ സാർ പറ. നമുക്ക് ചർച്ചകൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഷോർട്ട് ബ്രേക്ക്. വേണ്ട നിങ്ങളൊന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്യുന്നില്ല. നിന്നോട് ഞാൻ മേക്കപ്പ് ചോദിച്ചോടാ. നിന്നോട് ഞാൻ മേക്കപ്പ് ചോദിച്ചോ? ഷൂട്ട് നടക്കയില്ലേ? ഇപ്പൊ ടേക്ക് കഴിയും. താൻ പോയ ഇവിടുന്ന്. അണ്ണാ ഞാൻ ഇവിടെ വന്നോട്ടോ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ എടാ ഷൂട്ട് നടക്കുന്ന ഫ്ലോറാ. നീ ഒന്ന് പോയെ. വീട്ടിൽ നിന്ന് ഷൂട്ടിംഗ് എന്നും പറഞ്ഞാണ് വരുന്നത്. നമ്മളെ ടി വിയിലൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നോളാം. ഇനി മേക്കന്മാരെ പിടിച്ച് ഞാൻ ഇവിടെ നടക്കരുത്. പോടാ. അണ്ണാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെ വിളിക്കാടാ. നീ ഒന്ന് പോടേ. ഞാൻ ഇവിടെ കാണും. ഓ കേട്ടാ. ഓ
തിരിച്ചു വരാം JD ജംഗ്ഷനിലേക്ക്. ചൈനയിൽ പോയ മണിയാ. ഓ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഒന്നുകൂടെ കട്ട് ചെയ്യണേ. എന്താ സാറേ? എൻ്റെ ഇത് വരുന്നില്ലടാ. വരുന്നില്ലേ? ആ ഞാൻ ടിക്ക് അടിച്ചാലേ എനിക്ക് മറ്റേ സൗണ്ട് ഇത് വരുള്ളൂ. ചോദ്യം ചോദിക്കാം. അതാണ് സാർ ഈ പേനയും കൊണ്ട് നടക്കുന്നത്. പോയി കളഞ്ഞാ കളഞ്ഞു. അതിന്റെ സ്പ്രിങ് അടിച്ചു പോയതാണ്. എങ്ങനെയാണ് വരുമ്പോ തൊട്ട ഈ അമ്മക്കല്ലേ ഈ അമ്മക്ക് പിന്നെ എങ്ങനെ അതിന്റെ സ്പ്രിങ് അടിച്ചു പോകാതിരിക്കും? എനിക്കത് ഞെക്കിയാലേ സൗണ്ട് വരും. ഒരു ഷെഡ്യൂൾ തന്നെ 20,000 രൂപ പേനയ്ക്ക് തന്നെ. 20,000 രൂപ പേനയ്ക്ക് തന്നെ. ഏതെങ്കിലും ഒരു പേന ആടേ. ആ മണിയാ. മണിയാ. സൗണ്ട്. മണിയൻ ചൈനയിൽ പോയിട്ട് അവിടെ വച്ച് എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം. മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായി എനിക്ക്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പയ്യന്മാരെ ഞാൻ പറഞ്ഞില്ലേ, പയ്യന്മാരെ പണിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കുറെ ചൈന പയ്യന്മാരെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാര് ആരൊക്കെയാണ് വന്ന് ശമ്പളം മേടിച്ചിട്ട് പോണേ നമുക്ക് പറയാൻ പറ്റൂല. എല്ലാത്തിന്റെ മോന്ത ഒരുപോലെ ഇരിക്കുകയല്ലേ. ആരൊക്കെയാണ് വന്ന് മേടിക്കുന്നത് നമുക്ക് കൊല്ലം അറിയാൻ പറ്റുമോ? കയ്യിൽ പൈസ ഇല്ലാത്തത്. ചുരുക്കി പറഞ്ഞാൽ മണിയൻ അവിടെ പറ്റിക്കപ്പെട്ടു. ഒരുപാട് പറ്റിക്കപ്പെട്ടു സാറേ. മറ്റൊരു സംഭവം ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പറ്റി അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഭാര്യയും ഭർത്താവും നല്ല കലാകാരിയുമാണ്. പിന്നെ അയ്യോ അങ്ങനെയൊന്നുമില്ല. ശരിയാണ്. ഇല്ല അല്ല കുറേച്ചൊക്കെ ഇല്ല, അത് മുഖത്ത് അറിയാം. നന്നായിട്ട് ഡാൻസ് കളിക്കും. നവരസം വിരിയുന്ന മുഖമാണ്. പിന്നെ നല്ല അഴിഞ്ഞാട്ടക്കാരിയല്ലേ. എനിക്ക് വയ്യ. ശാന്തേ, JD ജംഗ്ഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു നൃത്തം ചെയ്യാമോ? അയ്യോ നൃത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിയതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ ചങ്ങല അങ്ങനെ അണിയാറില്ല. ചങ്ങലയല്ല പിന്നെ മറ്റേ കാത്തള വലത്ത മറ്റേ അതവൾ അണിയാറില്ല. അതാണ് എന്നാലും ഒന്ന് കാണിച്ചോടി. ജസ്റ്റ് വേണോ? ഞങ്ങൾക്ക് വേണ്ടിട്ടല്ലേ. രഘു CD പ്ലേ. അയ്യോ എനിക്ക് വയ്യത് എവിടെ എത്തോ. ഞാൻ ഡാൻസ് കളിക്കാനല്ലേ പറഞ്ഞു, അല്ലാതെ എൻ്റെ ഈ ഫ്ലോർ ചവിട്ടി ഇടിക്കാൻ ഞാൻ പറഞ്ഞില്ല. സോറി സാർ, ആവേശത്തില്. ഈ ഡാൻസ് കളിച്ച മണിയന് ഞാനൊരു സർപ്രൈസ് തരട്ടെ. ആരെന്തൊരു തരാ പറയണം. പെണ്ണുങ്ങളൊക്കെ ഇരിക്കണം ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ. അതല്ല മണിയന് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് തരട്ടെ. മണിയൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇവരെ ഒന്ന് കാണണമെന്ന്. പണ്ട് ഇവരുടെ വിരലിൽ തൂങ്ങിയാണ് മണിയൻ പാടത്തും പറമ്പിലും സ്കൂളിലും പൊക്കോണ്ടിരുന്നത്. ഇവർ ഉരുട്ടിത്തന്ന ചോറ് ഒരുപാട് മണിയൻ കഴിച്ചിട്ടുണ്ട്. മണിയൻ എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ മണിയനും ഭയങ്കര ജീവനായിരുന്നു. കണ്ണ് നിറയുന്നുണ്ടോ? കണ്ണ് നിറയുന്നുണ്ടോ മണിയന്റെ? ഒന്ന് കരയണം, ഒന്നുറക്കെ പൊട്ടിക്കരയണം തോന്നുന്നുണ്ടോ? മണിയൻ കരയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഭാര്യ എന്നെ നോക്കി കൊഞ്ഞനെ കുത്തുന്നതിനാ. ഞാൻ വിളിക്കട്ടെ, ആ ഗസ്റ്റിനെ ഞാൻ വിളിക്കട്ടെ. ഒരുപക്ഷെ ഈ ഗസ്റ്റിനെ കണ്ടു കഴിഞ്ഞ ശേഷം മണിയൻ എനിക്കൊരു ഉമ്മ തരും. സ്വാഗതം ചെയ്യാം ഭാഗീരഥി തമ്പുരാട്ടി. ഉണ്ണിയേ, എന്റെ ഉണ്ണി വന്നൂലേ? ഉണ്ണിയേ സാറേ, എന്റെ ഉണ്ണിയവൻ. ഭാഗീരഥി അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. ആ പണ്ട് ഇവന്റെ അച്ഛന്റെ കൈയും പിടിച്ചേ എന്റെ ഇല്ലത്തേക്ക് വരുമ്പോഴേ ഇവൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ലേ ഉണ്ണിയേ. അന്നേ തൊടിയിലെ തുമ്പപ്പൂ കാണിച്ചും മൂവാണ്ടമ്മാവിലെ മാങ്ങ കാണിച്ചുവാ ഞാൻ എന്റെ ഉണ്ണീനെ ഊട്ടിയേ ലേ ഉണ്ണിയേ. പരീക്ഷ 10ാം ക്ലാസ് പഠിപ്പിച്ചു. പരീക്ഷയുടെ തലേ ദിവസം എന്താണ് സംഭവിച്ചത്? എന്റെ ഉണ്ണി യവനുണ്ടല്ലോ എന്റെ ഉമ്മറത്തിരുന്ന് ഓട്ടുരുളി കൊണ്ട് പോയവനാ. അവൻ അന്ന് പോയി, അവനെ ഞാൻ ഇപ്പഴാ കാണുന്നേ.
നീ ഒന്ന് പുറത്തേക്ക് വരില്ലേ? നിന്റെ കാല് എടാ, വിളിച്ചോണ്ട് പോടാ തള്ളേ. അമ്മ ഇങ്ങോട്ട് വാ അമ്മ ഓട്ടോ ഇല്ലേ? എടാ, കൊണ്ട് പോടാ. പഠിപ്പിച്ച് ചോറ് കൊടുത്തൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്ന് വേറെ എന്താ പറയാൻ വരെയാണ്. നിങ്ങൾ എന്തിനാ ഈ ആവശ്യത്തിനൊക്കെ പോയത്? നിങ്ങൾ വേറെ ഒന്നുമില്ലായിരുന്നു എടുക്കാൻ. എന്തോ കഷ്ടമെന്ന് പറ. വല്ലാത്ത സർപ്രൈസ് ആയി പോയി. ഞാൻ അറിഞ്ഞില്ല അമ്മ ഇത്രയ്ക്ക് വയലന്റ് ആയിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ സർപ്രൈസ്? അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് അല്ല, ഞാനല്ല, ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ചോദിക്കട്ടെ സാറേ? ധൈര്യമായിട്ട് ചോദിക്കുക. അതെ മണിയൻ മേശ്ശേരി, ഓ, ഒരു വീട് പണിയാൻ എത്ര സമയം എടുക്കും? സാധാരണ എനിക്കാണെങ്കിൽ എനിക്കൊരു 2 മാസം മതിയാവും. പണിയാൻ പറ്റും പെട്ടെന്ന്. അതിശയകരമായ കാര്യമാണ്. ഓരോ മേശിരിമാരും 1 വർഷവും 2 വർഷവും കൊണ്ട് ചെയ്യുന്ന പണി നിസ്സാരം 2 മാസം കൊണ്ട് ചെയ്യുന്ന മണിയൻ മേശിരിക്ക് നല്ലൊരു കയ്യടി. ഈ ചോദ്യം താൻ ഇവിടെ ചോദിക്കാനുണ്ടാ കാരണം? വേറൊന്നുമില്ല, ഒരു 2 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ നിന്ന് 2 മാസം കൊണ്ട് പണി ചെയ്ത് തീർക്കാമെന്നും പറഞ്ഞ് 2 ലക്ഷം രൂപ ഇയാൾ കൊണ്ടുപോയി. അവനത്തെ ഇപ്പോഴും ഇവിടെ വെച്ചാ കാണുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു തരാടാ, അന്ന് ഒറ്റ കാര്യം കൊണ്ട് എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചത്. അറിയാമോ അതിനൊക്കെ? മണിയാ, പറ്റിപ്പോയി.